ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഭാ ശുശ്രൂഷകൻ, കമ്മിറ്റി അംഗങ്ങൾ, സഭാവിശ്വാസികളെ, വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ ആദ്യത്തെ പ്രസംഗമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള പാളിച്ചകളൊക്കെ കാണും. അത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പനനിന്ന വാർഡിൽ ആരും പ്രസംഗിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് പപ്പ എൻ്റെ പേരങ്ങ് എഴുതി. 2 ഉടുപ്പ് വാങ്ങിച്ചേരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് ഓക്കെ ഏറ്റു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പാളിച്ചകൾ എൻ്റെ പ്രസംഗത്തിൽ കാണും. അത് ക്ഷമിച്ചു കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി അനുതാപം, ഉപവാസം, അനുസരണം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. 4ാം ദിവസമായ ഇന്ന് ത്യാഗം എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ത്യാഗം എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരാറുണ്ട്. ചോരപ്പൊടിഞ്ഞുവാനും കാൽവരി മാമലേ ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ ആമരത്തൂണിൽ നിന്നു സിംഹാസനം പ്രിയൻ മുൾമൂടി കിരീടം മൂടിയായി ചാർത്തിയോ രാജാധിരാജൻ വാഴ്ക രാജാധിരാജൻ വാഴ്ക രാജാധിരാജൻ വാഴ്ക രാജാധിരാജൻ വാഴ്ക. ത്യാഗം ഈ ഒരു വാക്ക് ചെറുതാണെങ്കിലും അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. മനുഷ്യ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും സഭാ ജീവിതത്തെയും സ്പർശിക്കുന്ന വാക്കാണ് ത്യാഗം. ലോകത്ത് വലിയ വിജയങ്ങൾ നേടിയവരുടെ ജീവിതമെടുത്താലും, കുടുംബങ്ങളെ നിലനിർത്തിയിട്ടുള്ള മാതാപിതാക്കളുടെ ജീവിതമെടുത്താലും, ദൈവത്തെ പ്രസാദിപ്പിച്ച വിശുദ്ധന്മാരുടെ ജീവിതം നമ്മൾ നോക്കിയാലും അവിടെ എല്ലാം ഒരു സത്യം നമുക്ക് കാണാം: ത്യാഗമില്ലാതെ യഥാർത്ഥ മഹത്വമില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ഹൃദയത്തിൽ നിൽക്കുന്ന സന്ദേശം ത്യാഗമാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് ഒരു ക്രൂശാണ്. ആ ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം എന്താണെന്ന് മാത്രമല്ല, ത്യാഗസ്നേഹം എന്താണെന്നുമാണ്. ഒന്നാമതായി ത്യാഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ത്യാഗം എന്നത് വെറും എന്തെങ്കിലും നഷ്ടപ്പെടുക എന്നർത്ഥമല്ല. ത്യാഗം എന്നത് നിർബന്ധിച്ച് കൊടുക്കുന്നതുമല്ല. ത്യാഗം എന്നത് മറ്റൊരാളുടെ നന്മയ്ക്കായി, ദൈവഹിതത്തിനായി, സത്യത്തിനായി, സ്നേഹത്തിനായി സ്വന്തം ഇഷ്ടം, സൗകര്യം, സമയം, ശക്തി, ചിലപ്പോൾ അഭിമാനം പോലും മാറ്റിവെക്കുക എന്നതാണ്. ലോകത്തിൽ പലരും ത്യാഗം ചെയ്യാറുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാറുണ്ട്. സൈനികർ രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്യാറുണ്ട്. എന്നാൽ ഇവയെല്ലാം കഴിയുന്ന ഏറ്റവും വലിയ ത്യാഗമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ത്യാഗം. ത്യാഗം ഒരു നഷ്ടമല്ല, അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മളെല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കാറുള്ളത്. കയ്യിലുള്ളത് വിട്ടുകൊടുക്കാതിരിക്കാനുമാണ് നോക്കാറുള്ളത്. എന്നാൽ 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശു തികഞ്ഞ സ്നേഹത്തോടെ, തികഞ്ഞ ത്യാഗത്തോടെ, തികഞ്ഞ അനുസരണയോടെ ക്രൂശിൽ തന്നെ ശൂന്യനാക്കി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ ത്യാഗമായി തീർന്നു. ദൈവപുത്രൻ എന്ന ആ ഒരു വലിയ ലാഭം വിട്ടേച്ചാണ് എല്ലാം ത്യജിച്ച് ക്രൂശിൽ തീർത്ത സ്നേഹഗാഥയാണ് ത്യാഗത്തിൻ്റെ മകുടോദാഹരണമായി നമ്മൾ എടുക്കുന്നത്. ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക യേശു ക്രിസ്തു തന്നെയാണ്. കാരണം ത്യാഗം ഒരു ഉപദേശമായി മാത്രമല്ല, ഒരു ജീവിതമായി നമ്മേക്ക് കാണിച്ചു തന്നത് യേശു ക്രിസ്തു തന്നെയാണ്.
റോമർ 5-ാം അധ്യായം അതിലെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ വാക്യത്തിലൂടെ എനിക്ക് മനസ്സിലായത്, നാം നല്ലവരായതുകൊണ്ടല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്, നാം വിശുദ്ധരായതുകൊണ്ടല്ല അദ്ദേഹം ജീവൻ കൊടുത്തത്, നാം അർഹരായതുകൊണ്ടല്ല ഈശോ ക്രൂശിലേറ്റപ്പെട്ടത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് യേശു നമുക്കായി മരിച്ചത്. ഇതാണല്ലോ യഥാർത്ഥ സ്നേഹം, അല്ലെങ്കിൽ ഇതാണല്ലോ യഥാർത്ഥ ത്യാഗം. പ്രതിഫലം പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അർഹത നോക്കാതെ സ്നേഹിക്കുന്നത്, തിരിച്ചു കിട്ടുമോ എന്ന് ചിന്തിക്കാതെ സമർപ്പിക്കുന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നോക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തു ദൈവസ്വരൂപത്തിൽ ഇരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ടതെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, അതും ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി. ഈ ഭാഗം ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ പല നിലകളിൽ കാണിച്ചു തരുന്നു. ആദ്യം മഹത്വം വിട്ട ത്യാഗം. സ്വർഗത്തിലെ മഹത്വം വിട്ട് ഈശോ ഭൂമിയിലേക്ക് വന്നു. രണ്ടാമത് സ്ഥാനമിറങ്ങിയ ത്യാഗം. കർത്താവായ ഈശോ ദാസനായി വന്നു. മൂന്നാമത് സൗകര്യം വിട്ട ത്യാഗം. സ്വർഗസുഖം വിട്ട് യേശു ലോകത്തിൻ്റെ കഠിനതയിൽ ഇറങ്ങി. നാലാമത് ജീവൻ വിട്ട ത്യാഗം. ഒടുവിൽ സ്വന്തം ജീവൻ നമുക്കായി തന്നു. ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നതും ഇങ്ങനെയാണ്. സ്നേഹം വില കൊടുത്താണ് തെളിയിക്കുന്നത്. കള്ളന്മാർ നടുവിൽ തേജസ്സായി നിന്നു നീ, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. കള്ളന്മാർ നടുവിൽ തേജസ്സായി നിന്നു നീ, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. കൈലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റപ്പായേ, കാണും നിന്റപ്പായേ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റപ്പായേ, കാണും നിന്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റപ്പായേ, കാണും നിന്റപ്പായേ. രണ്ടാമതായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ത്യാഗം നിറഞ്ഞ ക്രിസ്തീയ ജീവിതത്തെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, ത്യാഗം നിറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ജീവനുള്ള ഉദാഹരണമാണ് ഗ്രഹാം സ്റ്റെയിൻസ്. ഓസ്ട്രേലിയയിൽ നിന്നെത്തി ഇന്ത്യയിലെ ഒഡീഷയിൽ ദരിദ്രർക്കും കുഷ്ഠരോഗികൾക്കും വേണ്ടി വർഷങ്ങളോളം അദ്ദേഹം സേവനം ചെയ്തു. 1999 ജനുവരി 29 അദ്ദേഹവും 2 മക്കളായ ഫിലിപ്പും തിമോത്തിയും കൊല്ലപ്പെട്ടു. പക്ഷെ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പ്രതികാരത്തിൻ്റെ വഴിയല്ല തിരഞ്ഞെടുത്തത്, ക്ഷമയുടെ വഴിയാണ്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ത്യാഗ ജീവിതത്തിൻ്റെ സൗന്ദര്യം. ത്യാഗം വെറും ജീവൻ കൊടുക്കുന്നത് മാത്രമല്ല, ക്ഷമിക്കാനാവാത്ത സാഹചര്യത്തിലും ക്ഷമ തിരഞ്ഞെടുക്കുന്നതിലാണ്. മത്തായി 16:24 യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ വചനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്.
യേശുവിനെ അനുഗമിക്കുക എന്നത് ഒരു പേരിൽ മാത്രം ക്രിസ്ത്യാനിയാവുക മാത്രമല്ല, സഭയിൽ പോവുക മാത്രമല്ല, ഒരു പാട്ട് പാടുക എന്നുമല്ല. യേശുവിനെ അനുഗമിക്കുക എന്ന് വച്ചാൽ തനിക്ക് തന്നെ നിഷേധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ സ്വഭാവത്തെ കീഴ്പ്പെടുത്തുക എന്നതാണ്. എനിക്കിഷ്ടമുള്ളത് മാത്രം എന്ന മനോഭാവത്തിൽ നിന്ന് ദൈവഹിതം നടക്കട്ടെ എന്ന മനോഭാവത്തിലേക്കുള്ള യാത്രയാണത്. അബ്രഹാമിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ, ദൈവം തൻ്റെ മകൻ ഇസഹാക്കിനെ അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാൻ തയ്യാറായി. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിനോടുള്ള യഥാർത്ഥ സ്നേഹം ചിലപ്പോൾ പ്രിയപ്പെട്ടതിനെ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലല്ലോ. എൻ്റെ അഭിപ്രായം തന്നെ നടക്കണം, ഞാനാണ് ശരി, എന്നെ ആദരിക്കണം, എനിക്ക് അനുകൂലമായി നിന്നാൽ മതി എന്നൊക്കെയല്ലേ പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തു പോലും ഗെത്ശമനയിൽ പ്രാർത്ഥിച്ചത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്നാണ്. സ്വന്തം ഇഷ്ടത്തെ ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തുന്നതാണ് ത്യാഗത്തിൻ്റെ ഹൃദയം. നാലാമതായി, ത്യാഗം കുടുംബജീവിതത്തിൽ എന്ന ചിന്തയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ത്യാഗം എന്ന വിഷയം ആത്മീയ വേദികളിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല, അത് വീട്ടിൽ കൂടെ നമ്മൾ ജീവിക്കേണ്ടതാണ്. ഒരു കുടുംബം നിലനിർത്തണമെങ്കിൽ അവിടെ ത്യാഗം വേണം. ഭർത്താവും ഭാര്യയും പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ ത്യാഗം വേണം. മാതാപിതാക്കൾ മക്കളെ വളർത്തണമെങ്കിൽ ത്യാഗം വേണം. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ത്യാഗം ഇല്ലാത്തത് കൊണ്ടാണ്. ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കുമ്പോൾ ബന്ധങ്ങൾ ക്ഷയിക്കുന്നു. ക്രിസ്തീയ വീട്ടിൽ ചില ത്യാഗങ്ങൾ അനിവാര്യമാണ്. നാം കോപം ത്യജിക്കണം, വാക്കുകളിൽ കരുതൽ കാണിക്കണം. സ്നേഹത്തിൽ തോൽക്കാൻ തയ്യാറാകുന്ന മനസ്സാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചെറിയ ത്യാഗങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചിലർ ചിന്തിക്കും, എന്നെ കൊണ്ട് വലിയ ത്യാഗം ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് എന്ത് വലിയ ത്യാഗം ചെയ്യാൻ പറ്റും? എന്നാൽ ദൈവം പലപ്പോഴും ചോദിക്കുന്നത് വലിയ കാര്യങ്ങളൊന്നും അല്ല, ചെറിയ വിശ്വസ്തതകളാണ്. പ്രതിദിനം കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക, അതൊരു തരത്തിലുള്ള ത്യാഗമാണ്. ഒരാളെ വേദനിപ്പിക്കുന്ന വാക്ക് നമ്മൾ പറയാതിരിക്കുക, സ്വന്തം ഇഷ്ടം വിട്ട് വീട്ടുകാരുടെ നന്മ കൂടെ നമ്മൾ നോക്കുക, ക്ഷമിക്കാനാവാത്തവനോട് നമ്മൾ ക്ഷമ കാണിക്കുക. ഈ ചെറിയ ത്യാഗങ്ങളാണ് വലിയ ക്രിസ്തീയ സ്വഭാവം നിർമ്മിക്കുന്നത്. ത്യാഗം ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന ഒരു സ്വഭാവമല്ല. അത് കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ വളരുന്ന ഒരു കൃപയാണ്. അത് ആരംഭിക്കുന്നത് ക്രൂശിനെ നോക്കുന്നതിലൂടെ, ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നതിലൂടെ, ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിലൂടെ, പ്രാർത്ഥനയിൽ നമ്മൾ ശക്തി നേടുന്നതിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ത്യാഗം നഷ്ടത്തിൻ്റെ ഭാഷയല്ല, സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ത്യാഗം ദൗർബല്യത്തിൻ്റെ അടയാളമല്ല, ആത്മീയ ശക്തിയുടെ ഒരു തെളിവാണ്. ത്യാഗം വേദനയോടെ ആയിരിക്കും തുടങ്ങുന്നത്, പക്ഷേ അതിൻ്റെ അവസാനം എന്നും എപ്പോഴും അനുഗ്രഹം കിട്ടുന്നതായിരിക്കും. ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ച ജീവിതം ഒരിക്കലും വെറുതെ ആകില്ല എന്നാണ് ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത്. മഹത്വം വിട്ട് ദാസനായി വന്ന് നിന്ന സഹിച്ച് ക്രൂശ് ചുമന്ന് രക്തം ചിന്തി ജീവൻ തന്ന ഈശോയെ നമുക്ക് ഓർക്കാം. ഈശോയുടെ ത്യാഗം കൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടിയത്. ഈശോയുടെ സ്നേഹം കൊണ്ടാണ് നമുക്ക് പ്രത്യാശ കിട്ടിയത്. ഈശോയുടെ ക്രൂശ് കൊണ്ടാണ് നമുക്ക് ജീവൻ ലഭിച്ചത്. ക്രിസ്തുവിൻ്റെ ത്യാഗം നമ്മുടെ ഹൃദയങ്ങളെയും തൊടട്ടെ. ആ ത്യാഗസ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ തെളിയട്ടെ. നമ്മുടെ ജീവിതം ക്രൂശിൻ്റെ സാക്ഷ്യമായി മാറട്ടെ. അവസാനമായി രണ്ടുപേരും പാട്ട് പാടിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാനായി വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ല
സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആകാശം നിൻ തിരുക്കൈകളിലോ, ആഴികൾ നിൻ കൈക്കുമ്പിളിലോ, നീ കൺചിമ്മിയാലതു സന്ധ്യയാകും, കൺ തുറന്നാലൻ പുലരിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ നിലവിലാകും, നിന്നെ നിനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നിനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. പേരിടാനറിയില്ല സ്നേഹമേ, ആരോടും തോന്നായൻ പ്രണയമേ, സാരമില്ലെന്നോതും സ്നേഹിതനെ, എന്തു വന്നാലും നീ കൂടെയില്ലേ. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നിനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നിനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ.